ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ പഠിച്ചോനെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ ആണ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മീറാജ് രാവിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കണമല്ലോ, പള്ളിക്കൊക്കെ കൊണ്ടാവണം. അപ്പോൾ പണ്ട് മുതലേ ഉണ്ടാക്കി വരുന്നതാണത് മധുരം ഉണ്ടാക്കുക. അതിന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു 1/2 കിലോ അരി രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടാ. അപ്പോൾ അത് ഉച്ചക്ക് എടുത്തുകാണ്ട് ഒന്ന് മിക്സിൻ്റെ ജാറിൽ കഴുകിങ്ങാണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിക്ക് ഒരു കയ്യിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് ഒരു 2 ഏലക്കായ ഇട്ട് കൊടുത്തിക്കണേ. അതിന് പാകത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുത്തിക്കണേ. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ നമ്മൾ മൈസൂരിപ്പായം കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു കഷ്ണം ചക്കര എടുത്തുങ്ങാണ്ട് അതൊന്ന് ഉരുക്കാൻ വെച്ചിട്ടാ. കുറഞ്ഞ വെള്ളത്തിലായിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ടത്. അപ്പോൾ ഇതാ മൈസൂരിപ്പായം കിട്ടീൻ്റെ ശേഷമായിട്ട് നമ്മൾ അടിച്ചാൻ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 2 മൈസൂരിപ്പായം നന്നായി ഉടച്ചുങ്ങാണ്ട് അതിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇടുമ്പോൾ നമുക്ക് അപ്പക്കാരിടാതെ കഴിച്ചിലാവുക വെച്ചിട്ടാണ് കേട്ടോ. അങ്ങോട്ടും നന്നാവണില്ലെങ്കിൽ പിന്നെ അപ്പക്കാരിട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ അപ്പക്കാരിട്ടുകാണ്ട് നമ്മളെ കുട്ടികളൊന്നും വയറൊന്നും കേടെടുത്തണ്ടല്ലോ. അപ്പോൾ നമ്മളിതാ ഒരു ചെറു തരി കൊടുക്കാനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടത്. കുറച്ച് തരിയൊക്കെ ഉണ്ടാകുമ്പോഴാണുള്ള നെയ്യപ്പം നല്ല ടേസ്റ്റ് കിട്ടല്. നമ്മൾ നെയ്യപ്പാട്ട ചൂടേണ്ടത്. അപ്പോൾ നല്ല ചക്കരയാണ്, നല്ല പഞ്ചക്കരയാണ് കേട്ടോ. അണിവല്ലൊന്നുമല്ല. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ചക്കര ഉരുക്കി വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഒരു ചെറു ചൂടോടുക്ക് ഇതിക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളെ മാവൊക്കെ അടിച്ച് വെച്ചതിന് ശേഷം നമ്മളിത് ആ ചക്കര ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം വലിയ ചൂടുമെന്ന് വിട്ടുകാണ്ട് ഒരു ചെറു ചൂടോടുക്ക് ഇതിക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കച്ചറയൊന്നും ഇല്ലത്, നല്ല വൃത്തിയുള്ള ചക്കരയാണ്. ഈ കാര്യം അങ്ങനത്തെ ചക്കര വാങ്ങുമ്പോഴേ കല്ലും വെള്ളമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളെ സേഫ്റ്റിക്കും വേണ്ടിയിട്ട് നമ്മളൊന്ന് അരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഞാൻ പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്നും വല്ലാതെ ആരും കണ്ടിട്ടില്ല. ശനിയാഴ്ചയാണ്, 2ാം ശനിയായപ്പോൾ ലീവൊക്കെ ആയതുകൊണ്ടാണ് ഈ കാരെന്ന് വിചാരിക്കണേ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കലക്കി വെച്ചിക്കണേ. പിന്നെ എള്ള് കിട്ടിയിട്ടില്ല. എള്ള് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൂടിച്ചിട്ട് ആ മിക്സിന് ജാറ് കഴുകിയ വെള്ളം വേറെ എടുത്ത് വെച്ചിക്കട്ടോ. അപ്പോൾ വെള്ളം നമുക്ക് കുറവുണ്ടെങ്കിൽ ഇട്ടാൽ മതിയല്ല. അപ്പോൾ നമ്മൾ ആ കൊപ്പര വെയിലത്തുണ്ട്. അപ്പോൾ അവിടുന്ന് 2 കൊപ്പര കഷ്ണം എടുത്തുകൊടുങ്ങാണ്ട് അതൊന്ന് ചെത്തിക്കാണ്ട് അതൊന്ന് ഇട്ട് കൊടുത്തിക്കണം. കട്ടി കുറച്ച് കാണ്ടാണ് കേട്ടോ ഇതിക്ക് ഇട്ട് കൊടുക്കൽ നെയ്യപ്പത്തേക്ക്. അല്ല ഞാൻ നെയ്യപ്പം പൊട്ടിക്കാളും. ഉരിൻ്റെ കണ്ടാക്കിയിടരുത്, നല്ല കട്ടി കുറച്ചുകാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് കുറച്ചൊന്ന് ഇതായി. അപ്പോൾ നമ്മളൊരു ലേശം പൊടിയും കൂടി കൂട്ടിക്കാണ്ട് പിന്നെ മാവൊന്ന് മുറുക്കിയിട്ടാ. മാവൊന്ന് നല്ല മുറുകി നിൽക്കേണ്ടത് നല്ലതാണ്. നല്ല ടേസ്റ്റുള്ള അപ്പയിനിട്ടാ. ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ മാവ് ഇരിക്കുന്നിടത്തോളം മാവ് ഇങ്ങനെ നന്നായി വരും. മാവ് പെട്ടെന്ന് ചുടിനെക്കാട്ടിയും കുറച്ച് സാവകാശം കൊടുത്തുകാണ്ട് ചുടാട്ടോ നല്ലത്. അപ്പോഴാട്ടോ നെയ്യപ്പം കുയ്യപ്പം ഏതായാലും നന്നാവൽ. മാവ് ഇരിക്കുന്നിടത്തോളം ഇരിക്കണം, അപ്പോഴാണ് ശരിയാവൽ. നല്ല അപ്പയിനിട്ടാ. അപ്പോൾ നമ്മൾ ഓരോന്നിങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ വിറകടുപ്പുമ്പോൾ നമ്മൾ ചോറും അടുപ്പുമ്പോൾ തന്നെയാണ് ചുടാന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അതിൻ്റെ വൈത്തൽ തന്നെ നമുക്ക് ലേസമ്മ പറഞ്ഞ് അത്താച്ചോറ് ആയിട്ട് വൈകുന്നേരം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ചൂട് പോവിച്ചിട്ട് ഉച്ചക്കാന് വെച്ചാൽ നോമ്പൊലിക്കാനുള്ളതല്ലേ. അപ്പോൾ അടുപ്പ് ചൂടിടിച്ചും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിക്കാണ്ട്, ചൂടാറണ്ടെന്ന് വിചാരിച്ചിക്കാണ്ട് ഞാൻ അടുപ്പുമ്പോൾ തന്നെ ചുട്ടിട്ടാ. അതിൻ്റെ വൈത്തൽ തന്നെ ചോറും വെക്കുക എന്ന് വിചാരിച്ചിക്കാണ്ട്. അപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് നമ്മൾ ചുടേണ്ടത്. അപ്പോൾ ചുട്ടപ്പോൾ തന്നെ ഓരോരുത്തരെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. കാക്കയൊക്കെ വന്നുകാണ്ട് ചായ കൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചായിക്കിട്ട് നമ്മൾ ഇങ്ങനത്തെ അപ്പങ്ങളൊക്കെ ചുട്ടിട്ട് ഒന്നാമത് ഇതൊന്നും ഒരു സിറ്റുവേഷനൊന്നും ഒരു സുഖമില്ല. അപ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാക്കി തിന്നാനുള്ളൊരു മൂഡിലും ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല ഇനി. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും കണ്ടപ്പോൾ എല്ലാം ഇഷ്ടട്ടാ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ 1-2 ചുട്ട് കഴിഞ്ഞ് രസമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടത്. അപ്പോൾ അപ്പൊക്കെ നല്ല സൂപ്പറായിന്. മൈസൂർപ്പായും തേങ്ങയൊക്കെ കൂട്ടിയാൽ നല്ല സോഫ്റ്റായി കിട്ടൂട്ടാ. പിന്നെ അപ്പക്കാരൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ അപ്പക്കാരം കൂട്ടിങ്ങാണ്ട് ഇതാകണം എന്നുള്ളവർക്ക് കൂട്ടിയാൽ മതി കേട്ടോ. കൂട്ടാതെയാണ് ഇപ്പം ഞാൻ ചൂടുണ്ട് കേട്ടോ. എന്നാലും നല്ല പൊന്തി വന്നിരിക്കുന്നത്. കുറച്ച് സമയം എടുത്തുള്ള റെസ്റ്റിന് വെച്ചുകാണ്ട് കുറച്ച് സമയം എടുക്കുമ്പോൾ നന്നായി കിട്ടൂട്ടാ. അപ്പം പള്ളിക്കൽ ദോയും കാര്യമൊക്കെ ഉണ്ടാവും. പിന്നെ പള്ളിക്കന്ന് പല അപ്പങ്ങളും ഉണ്ടാവും കേട്ടോ. കുയ്യപ്പം ഉണ്ടാവും, ചട്ടിപ്പത്തിരി പലതും ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർക്ക് സൗകര്യമുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേക്കാണ്ടേ അവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടി മുറിച്ചിട്ട് കാണ്ട് അതൊന്ന് കുറച്ച് കൊണ്ടുവരും. അങ്ങനെയൊക്കെ കേട്ടാ. അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെയൊക്കെ. എല്ലായിടത്തേക്കും എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ
ഞാൻ പറഞ്ഞില്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ബെല്ലൈക്കൻ്റെ ഓളൊക്കെ ഒന്ന് അമർത്തിങ്ങാണ്ട് പിന്നെ പ്രസ് ചെയ്തുങ്ങാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോഴേ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലേക്ക് എത്തുള്ളൂ കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് സഹകരണം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞിക്കണേ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പറഞ്ഞത് തന്നെ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അങ്ങനെ നമ്മൾ അപ്പൊക്കെ ഇങ്ങനെ ചുടുന്നിട്ടിട്ട് അപ്പം ഞാൻ തേങ്ങ എല്ലാത്തിലും ആവണമല്ല അപ്പം അങ്ങനെ അത് തരികട്ടാ. ആ എല്ലാത്തിലും ഒരേപോലെ ആവണം. ആ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ അപ്പത്തിന്. പിന്നെ ഒരു ലേസം നെയ്യ് കൂട്ടിക്കണം കേട്ടോ, 1 സ്പൂൺ നെയ്യ്. അത് ഞാൻ വീഡിയോയിൽ പെടുത്തിയിട്ടില്ല. നെയ്യില്ലാതെ എന്ത് നെയ്യപ്പല്ലേ. അപ്പോൾ ഒരു ലേശം 6 kg ഇങ്ങനെ കൂട്ടി കൊടുത്താൽ നെയ്യപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നെയ്യപ്പം എന്ന് പറയുമ്പോൾ തന്നെ നെയ്യപ്പം എന്നല്ലേ പറയലേ. അപ്പം അങ്ങനെ അപ്പങ്ങളൊക്കെ ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ നോമ്പറക്കണ വിശേഷങ്ങളൊക്കെ അതും ഇതിൽ ഉൾപ്പെടുത്തിക്കണം കേട്ടോ. വല്ലാതൊന്നും എടുത്തിട്ടില്ല, നോമ്പല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്മളെ ഈ കൊല്ലത്തിലുള്ള ആദ്യത്തെ നോമ്പല്ലേ. അപ്പോൾ അതിൻ്റെ ഒരിത് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ അപ്പം ഇങ്ങനെ ചുടുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇങ്ങനെ അപ്പം ഉണ്ടാക്കി നോക്കേണ്ടി, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തോല ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടിട്ടാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല പിന്നെ നല്ല പൊന്തിയൊക്കെ വരുന്നുണ്ട്. നല്ല ആരൊക്കെ എടുത്ത നല്ല അപ്പാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളെ വരിയിലൊക്കെ അപ്പം ഇങ്ങനെ ചുടുമ്പോൾ ഒരാൾ ഇത് കുത്താനായിട്ട് നിൽക്കൂട്ടാ. പിന്നെ എൻ്റെ അമ്മയും അളാമയും കൂടെയൊക്കെ ചുടലിട്ടാ. അപ്പോൾ ഒരാൾ പാരും ചെയ്യും, ഒരാളിങ്ങനെ കുത്തും ചെയ്യും. അന്നൊക്കെ വല്ല പള്ളാണാനെ അങ്ങനത്തേനൊക്കെ പോകുമ്പോഴൊക്കെ പിന്നെ അപ്പം ചുട്ടുകാണ്ടുള്ള കൊണ്ടുപോകല്ലേ. ഇപ്പോഴല്ലേ പിന്നെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങൽ തുടങ്ങിയത്. അന്നൊക്കെ അപ്പം തന്നെ കേട്ടോ കൊണ്ടുപോകല്. നെയ്യപ്പൻ്റെ അളാമൊക്കെ അപ്പം ചുട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റാണ്, നല്ല നന്നാവും ചെയ്യും. അന്നൊക്കെ അരി ഇടിച്ചുകാണ്ടൊക്കെ അല്ലേ ചുടല്. അളാമപ്പം മരിച്ചു പോയിട്ടാ, പെട്ടെന്ന് മരിച്ചതാണ്. അതിനകത്ത് പ്രായമൊന്നും ആയിട്ടില്ലേന്. അപ്പോൾ അതാ നമ്മൾ അപ്പങ്ങളൊക്കെ ശരിയാക്കണം കേട്ടോ. നല്ല ആരെടുത്തുകാണ് നല്ല അപ്പാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ തന്നെ നമ്മളൊന്ന് തൊള്ളിക്കൊക്കെ ഇട്ട് നോക്കിയിട്ടാ. അപ്പോൾ അതൊക്കെ റെഡി ആക്കണേ. അപ്പോൾ നമ്മൾ ഫുള്ള് മാവ് ചുട്ടിട്ടില്ല. ഇനിയിപ്പോൾ രാത്രി നോമ്പല്ലേ, രാത്രി നോമ്പ് ഒലിക്കാനുള്ളതാണ്, പിറ്റേന്ന് നോമ്പുമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് ചുട്ടിട്ടില്ല. അത്താഴത്തിന് നേരത്തൊക്കെ എല്ലാവരും കട്ടൻ ചായക്കൊക്കെ കൂട്ടിയിട്ടാ. അപ്പം പിന്നെ നല്ല ടേസ്റ്റിലും ഇതിലും ഒക്കെ തന്നെയാണ്. അപ്പം ഇവനോട് ചുട്ടിട്ടില്ല, കുറച്ച് മാവ് അവിടെ തന്നെ വെച്ച്. പിന്നെ ഞാൻ പിറ്റേന്ന് നോമ്പറക്കുമ്പോഴുള്ള വിശേഷമായിട്ടത്. അപ്പം ഞാൻ ഉണ്ടാക്കണ ഒന്നും എടുത്തിട്ടില്ല, അതൊക്കെ വലിയ ബോറല്ലേ. അപ്പോൾ പിന്നെ ഒരു ആദ്യത്തെ ഒരു നോമ്പല്ലേ. അപ്പം ഞാൻ ഒന്നായിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പം നമ്മൾ പത്തിരി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെന്താ മുന്തിരി ജ്യൂസ് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി നമ്മളെടുത്തുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ വത്തക്ക ഉണ്ട്. പിന്നെ ഉമ്മ പറഞ്ഞ് മുന്തിരി ജ്യൂസ് നോമ്പറക്കുമ്പോൾ തന്നെ വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പിന്നെ ലൈം അടിച്ച് വെച്ചിരിക്കണം കേട്ടോ. നന്നാരി സർവത്തൊക്കെ ഇട്ടുകാണ്ട് നിൽക്കണേ. ലൈം ഇവിടെ പുറത്ത് അടിച്ച് വെച്ചിരിക്കണേ. പിന്നെ കാരക്ക ഉണ്ട്. നമ്മളമ്മ ഉമ്രക്ക് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന കാരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പായതല്ലേ, അപ്പോൾ പിന്നെ അതൊക്കെ പാത്തിച്ച് അങ്ങനെ പിന്നെ അന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ അത്ര തന്നെ ഉള്ളൂ. ഇനി അപ്പോൾ നമ്മൾ മാവ് ബാക്കിയുണ്ടല്ലോ, അത് നമ്മൾ പിറ്റേന്ന് രാവിലെ ചുടുക കേട്ടോ. അപ്പം എന്നാൽ കാൽച്ചായ്ക്ക് കൂട്ടലുമായി വിചാരിച്ച് കാണ്ടേ അപ്പോൾ ചുടുകയാണ്. അപ്പം അതിനെക്കാട്ടി നന്നാവുക. ഈ മാവ് ഇരിക്കുന്നിടത്തോളം മാവ് ഇങ്ങനെ നന്നായി കൊണ്ട് കൂട്ടാം. അപ്പോൾ നമ്മൾ കുയ്യപ്പാക്കിയിട്ട് അപ്പോൾ ഞാൻ 2 തേങ്ങാപ്പൊട്ടും കൂടി എടുത്തോന്ന് കാണ്ട് അതും കൂടി പിന്നെയും നോക്കിയിട്ട് ഈ തേങ്ങാപ്പൊട്ട് ഇങ്ങനെ കടിച്ചുമ്പോഴാട്ടോ അതിൻ്റെ ടേസ്റ്റ്. അതിന് പല്ലും വേണം കേട്ടോ, പല്ലിനും നല്ല ഉറപ്പ് വേണം. അപ്പോൾ നല്ല കൊപ്പരയിക്കണം. അപ്പം അതും കൂടി മുറിച്ച് കാണ്ട് ഇവിടെ കാക്കാക്ക് ഈ കൊപ്പര തേങ്ങ ഒക്കെ നല്ല തിന്നു, അതിന് ഭയങ്കര ഇഷ്ടമായിട്ടാ. അപ്പോൾ പറയലേനെ നല്ല കൊപ്പര ഇത് ഇട്ടോളുണ്ടെന്നാണ് പറയല്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കിക്കാണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് ഏതെങ്കിലും നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ ഞായറാഴ്ച ആയിട്ട് നമ്മൾ വീഡിയോ ഇറക്കേണ്ടത്. ആരെങ്കിലും കാണുമോ എന്തോന്നൊന്നും അറിയില്ല. ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ എല്ലാവർക്കും ബിസിയാണ് ഈ കാര്യം. പിന്നെ ഇപ്പം കാണുന്നവർ കണ്ടോളൂ, കാണാൻ ഇഷ്ടമുള്ളവർ എപ്പോഴായാലും കണ്ടോളില്ല. ആ ഒരു ഉറപ്പുമലാട്ടെ നമ്മൾ വീഡിയോ ഇടേണ്ടത്. അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.